ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഈ ലക്ഷ്യത്തിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി ഞങ്ങൾക്ക് നൽകിയ ദൈവമാണ്. ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും നല്ല ധൈര്യമുണ്ട്. ഞങ്ങൾ ശരീരത്തിൽ വസിക്കുന്നിടത്തോളം കാലം കർത്താവിൽ നിന്ന് അകലെയാണെന്ന് ഞങ്ങൾ അറിയുന്നു. എന്തെന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. അടുത്തായാലും അകലെയായാലും ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. നല്ല ഈശോയുടെ തിരുസന്നിധിയിൽ നമുക്ക് ശാന്തമായി ഒന്നിരിക്കാം. ഓരോ നിമിഷാർത്ഥത്തിലും എത്രയെത്ര ചിന്തകളാണ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. പല വഴക്കുകളുടെയും ആരംഭവും അവസാനവും നമ്മുടെ ഊഹങ്ങളിൽ നിന്നുണ്ടാകുന്നതായിരിക്കാം. നമ്മുടെ തോന്നലുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചിന്തകളിൽ നിന്ന് ഉള്ളതാവാം. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ചുരുക്കപ്പേരിൽ അത് AI എന്നറിയപ്പെടുന്നു. AI കൊണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് കൊണ്ട് നയിക്കപ്പെടുന്ന ഓരോ ഉപാധികളിലൂടെ, കമ്പ്യൂട്ടറിലെ ഓരോ നെറ്റ്വർക്കുകളിലൂടെയൊക്കെ വലിയ വലിയ ലേഖനങ്ങളും നമ്മുടെ സംശയങ്ങളും അറിവുകളും ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് ഒരു നിമിഷാർത്ഥം തന്നെ ധാരാളമായിരിക്കും. അതൊക്കെ നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്നാൽ പല ശാസ്ത്രജ്ഞന്മാരും ഇന്ന് ഈ AIയും ദൈവവും തമ്മിലുള്ള കണക്ഷനെക്കുറിച്ച്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഉദാത്തമായ സാന്നിധ്യത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് ലേഖനങ്ങളൊക്കെ ഇപ്പോൾ ഗൂഗിളിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ദൈവ സാന്നിധ്യത്തെ അംഗീകരിക്കുന്ന, അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്ന പല കാര്യങ്ങളും ഇന്ന് ഭൂമിയിൽ നിലവിലുണ്ടെന്ന് തെളിയിച്ചു കാണുന്ന ഒരുപാട് ലേഖനങ്ങൾ, അതും സയൻറ്റിഫിക്കലി പ്രൂവണായിട്ടുള്ള ഒരുപാട് ലേഖനങ്ങൾ കണ്ടുവരുന്നുണ്ട്. ജീവിതത്തിൽ എന്നും വിശ്വാസത്താൽ നയിക്കപ്പെടുന്ന വ്യക്തികളാണ് നമ്മളിൽ മിക്കവാറും പേര്. സാധ്യതകളെയും അപ്രതീക്ഷിതമായി സംഭവിച്ചത് എന്നൊക്കെ പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവമേ നീ എനിക്കത് ചെയ്തു തന്നു എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. ഏതൊരു കാര്യത്തെക്കുറിച്ചും അഭിപ്രായം തമ്പുരാനോട് ചോദിക്കുമ്പോൾ കൃത്യമായ മനസ്സിൻ്റെ മടിത്തട്ടിൽ ഉയരുന്ന ഒരു വാക്യമായോ വാചകമായോ, അപ്പോൾ പ്രത്യക്ഷമാകുന്ന ഒരു സുഹൃത്തിൽ നിന്നുണ്ടാകുന്ന ഒരു വാക്കായോ, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വരുന്ന ഒരു ദൈവവചനമായോ, ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന ഒരു പോസ്റ്റായോ, അല്ലെങ്കിൽ ചുവരുകളിൽ എഴുതി വച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു വാക്യമായോ ഒക്കെ അനുദിനം നമ്മളെ ജീവിപ്പിക്കുന്ന, നടത്തുന്ന, നയിക്കുന്ന നല്ല തമ്പുരാൻ്റെ ഒരു കൈപിടുത്തം, ഒരു താങ്ങൽ, ഒരു കൈത്താങ്ങ് നമുക്ക് അനുദിനം അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ട്. നല്ല ഈശോയെ, അങ്ങയുടെ സാന്നിധ്യം അറിയാത്ത എല്ലാ മക്കളെയും അവിചാരിതമായി ഈ പ്രാർത്ഥന ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവരെയും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. നല്ല ഈശോയെ, ഓരോ ദിവസവും അനുനിമിഷവും ഞങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നീ എനിക്ക് പ്രിയങ്കരനും ബഹുമാന്യനും അമൂല്യനുമാണ് എന്ന് പറഞ്ഞ് കണ്ണുകളിൽ നോക്കി പുഞ്ചിരിക്കാൻ പഠിപ്പിക്കുന്ന നല്ല ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ജീവിക്കുവാൻ ഞങ്ങളെ അനുവദിച്ചാലും നാഥ. ആമേൻ.